ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. തൊണ്ട ഫുൾ പോയിരിക്കുവാണ്. സോ കയ്യും കാലും ഒടിഞ്ഞാൽ പോലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു, ഇത്രയും വർഷം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 5 years ആയിട്ട് സൺഡേ ലൈക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ് കണ്ടിന്യൂസ്. ദാറ്റ് മീൻസ് ഓൾട്ടർനേറ്റ് ഡേയ്സ് വീഡിയോ ആണെങ്കിൽ എവറി ഡേ നമ്മൾ വ്ളോഗ് അല്ലെങ്കിൽ വ്ളോഗിനുള്ള പ്രിപ്പറേഷൻ ആയിരിക്കണം. അങ്ങനെ കണ്ടിന്യൂസ്ലി ഐ ബീൻ എബിൾ ടു വർക്ക് ഫോർ 5 days. സോ കൈ ഒടിഞ്ഞാലും കാലൊടിഞ്ഞാലും പനി വന്നാലും ഒന്നും കുഴപ്പമില്ല, നമുക്ക് വ്ളോഗ് ചെയ്യാം. തൊണ്ട പോയി കഴിഞ്ഞാലാണ് ഏറ്റവും പാട്. സോ ഒരിക്കലും തൊണ്ടയ്ക്കൊന്നും പറ്റുന്നതാണ് നമ്മുടെ ഒരു മെയിൻ ആഗ്രഹം. പക്ഷേ ഇന്നിപ്പോൾ തൊണ്ട ഇല്ല, എന്നാലും ഐ വോണ്ടഡ് ടു വ്ളോഗ്. സോ കാരണം ഏറ്റവും എനിക്ക് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ വരുന്നത്, നിങ്ങളെന്താ ട്രാവൽ നിർത്തിയോ, ട്രാവൽ വ്ളോഗ്സ് നിർത്തിയോ, അതായിരുന്നു നിങ്ങളുടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സംഭവം എന്നൊക്കെ. അതിനെ റിയലൈസ് നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് ട്രാവൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ട്രാവലിംഗ് ആണെങ്കിലും കൂടുതൽ ഒരു ബിസിനസ് പേർപ്പസിൻ്റെ കൂടെ വ്ളോഗിങ്ങും കൂടെയാണ്. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ഇപ്പോൾ എനിക്ക് ഒരുക്കം നേരം സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പ്രിയനോട് വിളിച്ചിട്ടുണ്ട്. പ്രിയ വന്ന് പറയുന്നതായിരിക്കും. ഒരു മെയിൻ റീസൺ ഓബിയസ്ലി വേദിൻ്റെ സ്കൂളാണ്. പക്ഷേ ഞങ്ങളുടെ ഫ്യൂച്ചർ കുറച്ച് പ്ലാൻസും അതുപോലെ തന്നെ ഇത്രയും ഈ ഒരു കുറച്ച് കാലമായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ പറ്റാത്തതെന്നുള്ളൊക്കെ ആൻസർ പ്രിയ പറയുന്നതായിരിക്കും. ഹായ് ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. എങ്ങനെ കിടന്ന റൂമായിരുന്നു ഇത്? ഞാൻ ഇൻട്രൊഡക്ഷൻ ഒക്കെ എടുത്താ അതെ, ലൈറ്റ് ശരിയാവുന്നില്ല, ഒരു മിനിറ്റ്. ഇൻട്രൊഡക്ഷൻ എടുത്തു, എന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റാത്തത് കാണിക്കാൻ പറഞ്ഞു. ദിലുവിന്റെ ശബ്ദം ഇപ്പൊ വേറൊരാളുടെ ശബ്ദം പോലെ ഉണ്ട്. അതെ, അപ്പൊ ഇത് നമ്മള് അതെ ട്രാവൽ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ഇതൊക്കെയാണ്. നമ്മൾ പുതിയ പുതിയ ബ്രാൻഡ്സ് ആയിട്ട് പുതിയ പുതിയ സാധനങ്ങൾ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യാണ്. അതിന്റെ പണിപ്പുരയിലാണ്. എന്റെ പണ്ട് വ്ളോഗ് കണ്ടവർക്ക് അറിയാം, എന്റെ ബാങ്കോക്ക് ഫാഷന്റെ റൂം അതായിരുന്നു ഇത്. ഇപ്പൊ നോക്കിക്കേ ആ റൂം എങ്ങനെയായിരുന്നു. ഫുൾ സാധനങ്ങളാണ്, കംപ്ലീറ്റ് പുതിയ പ്രോഡക്ട്സ് വന്നിരിക്കുകയാണ്. സോ ഭയങ്കര ഹാപ്പിയാണ്. ഐശ്വര്യമുള്ള ഒരു റൂമാണ്. ഇവിടെ നിന്നാണ് എന്റെ കുഞ്ഞ് ബാങ്കോക്ക് ഫാഷൻ ബിസിനസ് തുടങ്ങി. ഇത്രയും വലിയതെന്നായെന്ന് ഞാൻ പറയാൻ പറ്റില്ല, എന്നാലും വലുതാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോർ ആയി മാറിയത് അല്ലേ. അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ എല്ലാം സ്റ്റോക്ക് ചെയ്ത് ഇനി നമ്മൾ പുതിയ പുതിയ ബാഗ്സ്, ഞാൻ പറയാം, നമ്മുടെ കുറെ പുതിയ കിഡിലൻ ഔട്ട്ഫിറ്റ്സ് വന്നു. പിന്നെ കുറെ പുതിയ ജ്വല്ലറി വന്നു, എസ്പെഷ്യലി ദീസ് ഡെയിലി യൂസ് ആയിട്ടുള്ള ആന്റി ടാർണിഷ് ജ്വല്ലറി വന്നു. ഇനിയിപ്പോ നമ്മൾ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതാണ് ബാഗ്സ്. അത് ഇതിന്റെ ഇടയിൽ എവിടെയോ കിടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ട ഷാജി ചേട്ടനോടാണ്. ഷാജി ചേട്ടൻ ഇല്ലെങ്കിൽ ഇത്രയും സാധനങ്ങളും നമുക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ കണ്ണടച്ച് നമ്മൾ പോയി പർച്ചേസ് ചെയ്ത് അവിടെ നിന്ന് സേഫ് ആയിട്ട് വീട്ടിന്റെ അകത്ത് വരെ, ഇവിടെ അല്ല വീട്ടിൽ എത്തിച്ച ഷാജി ചേട്ടന് വേണം നമ്മള് എന്താ പറയാ നന്ദി പറയാം. അപ്പൊ ഷാജി ചേട്ടന്റെ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് ഈ അടി കാണുന്ന നമ്പറിൽ ഷാജി ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങള് ഗ്യാരണ്ടി ആണ്, നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിച്ച് ഷാജി ചേട്ടനെ വിളിച്ച എല്ലാ ഷാജി ചേട്ടൻ റെഡിയാക്കി തരും. പിന്നെ അപ്പൊ ഇതുകൊണ്ടായിരുന്നു നമുക്ക് ഇതിന്റെ കോർഡിനേഷനും ഇതിന്റെ അറേഞ്ച്മെന്റ്സും ഇതിന്റെ ബാക്ക്വർക്കും ഒക്കെ ആയിരുന്നു. പിന്നെ പുതിയ സ്റ്റാഫിനെ എടുക്കണം. പിന്നെ ഏറ്റവും വലിയ ഹാപ്പി ന്യൂസ്, നമ്മുടെ പുതിയ വെബ്സൈറ്റ് തുടങ്ങുകയാണ്. അത് ഉടനെ അതിന്റെയും പണിപ്പുരയിലാണ്. ഉടനെ നമ്മൾ വിതിൻ 2 to 3 months വെബ്സൈറ്റും തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ത്രൂ വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം. പ്രോഡക്ട്സ് കാണെങ്കിലും ത്രൂ വെബ്സൈറ്റ് കാണാം. പിന്നെന്താ, പുതിയ സ്റ്റാഫിനെ നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിന് വേണ്ടി മാത്രം. അപ്പൊ ഇനി നമ്മൾ ഈ റൂം മിക്കവാറും ഒരു വെബ്സൈറ്റിന് വേണ്ടിട്ട് ഒരു റൂം ആക്കി മാറ്റാനാണ് പ്ലാൻ അല്ലേ. അതെ, അതിന്റെ കൂടെ എന്റെ കാര്യം കൂടെ പറ. അതിന്റെ കൂടെ ഒരു വലിയ സംരംഭം, പുതിയ ബിസിനസ്സിലേക്ക് കിടക്കുകയാണ്. അത് അനൗൺസ് ചെയ്യാറായിട്ടില്ല, പക്ഷെ അതൊരു നല്ലൊരു ബിസിനസ് ആണ്. എല്ലാവർക്കും വേണ്ട ഒരു സാധനം. വീട്ടില് എല്ലാവരും എനിക്ക് തോന്നുന്നു മിക്കപ്പോഴും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമായി അല്ലേ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഞങ്ങളെ ഓർക്കുക. ഹോങ്തൈ അല്ല, അതുപോലെ തന്നെ വേറൊരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇത് മസ്റ്റ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്തേ പറ്റും അല്ലേ. അപ്പൊ ഏകദേശം 1.5 വർഷം ഇതിനെ പുറകെ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എന്താണ് ഗസ് ചെയ്താ. അത് നമ്മളുടെ അതായത് ബ്രസ്സിനോട് ചേർന്ന് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത്ര ക്ലൂ തരാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാരും ഗസ് ചെയ്യുക എന്തായിരിക്കും ദില്ലു ചേട്ടൻ പുതിയ ചെയ്യാൻ പോണ ബിസിനസ്. അത് നമ്മുടെ ഷോപ്പിലേക്ക് ഉണ്ടാവോ? ഷോപ്പിൽ കാണും, ഓൺലൈൻ കാണും, വെബ്സൈറ്റിലും കാണും, എല്ലായിടത്തും കാണും. പിന്നെ
നമ്മുടെ എക്സിബിഷനുള്ള പ്രിപ്പറേഷനും ഉണ്ട്. നമ്മളെ എക്സിബിഷൻ അത് മറക്കല്ലേ, ഡിസംബർ വരെയാണ്, ക്രിസ്മസ് ആണ്. ക്രിസ്മസ് റിലേറ്റഡ് കുറെ ഐറ്റംസ് ആയിരിക്കും. ഡേറ്റ് 6th and 7th ഡിസംബർ അവന്യൂ സെന്ററിൽ വെച്ചിട്ടാണ് പനമ്പള്ളി നഗറിൽ നടത്തുന്നത്. അപ്പൊ ഇതിന്നുള്ള കുറച്ച് പ്രോഡക്ട്സും ബാഗ്സ് ഒക്കെ അവിടെ കാണും. അതിന് മുമ്പേ ഷോപ്പിൽ വരും, വെബ്സൈറ്റിൽ വരും, പക്ഷെ എക്സ്ക്ലൂസീവ് ആയിട്ട് എക്സിബിഷന് കാണും. അതെ, അപ്പൊ എക്സിബിഷന് നിങ്ങൾ വരാൻ മറക്കരുത്. പിന്നെ നമുക്ക് എക്സിബിഷന്റെ ഹാളിന്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ പോയി ചെയ്യണം. പക്ഷെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ നമ്മൾ ട്രാവൽ നിർത്തിയിട്ടില്ല. വ്യൂസ് കുറഞ്ഞാലും ഇല്ലെങ്കിലൊക്കെ നമ്മുടെ പാഷനാണ്. നമ്മൾ ഇത്ര ട്രാവൽ വീഡിയോസ് ആണ്, അതുകൊണ്ട് ഇത് ഇഷ്ടം മാതിരി ട്രാവൽ കാണും അല്ലെ. അതെന്തറിയോ, നമുക്ക് ഇപ്പൊ ഇതൊന്ന് തുടക്കമായതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് നാൾ നമ്മൾ കൂടെ നിന്നില്ലെങ്കിൽ അതൊന്നും സെറ്റ് ആവത്തില്ല. അതെ, പിന്നെ അത് മാത്രമല്ല വേദുവിന്റെ സ്കൂളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം, ക്ലാസ് മിസ് ചെയ്യാൻ പറ്റില്ല. സോ എന്തായാലും ട്രാവൽ ഉണ്ടാവും. നമ്മള് ഒരു 2 വർഷം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരു സ്ഥലമുണ്ട് അല്ലേ. കുറെ സംഭവങ്ങളുണ്ട്, അത് ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് പറയാം. സോ എല്ലാവർക്കും വേണ്ടി നമ്മൾ ട്രാവൽ വ്ലോഗ്സും ചെയ്യുന്നതായിരിക്കും. എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ വൈ വി ഡിഡ്ന്റ് ട്രാവൽ. അപ്പൊ നമ്മൾ ഹാളിലും കൂടെ പോയി ലാസ്റ്റ് ഇവിടെ വന്ന് കൺക്ലൂഷൻ എടുക്കാം എവിടേക്കാണ് നമ്മുടെ അടുത്ത ട്രാവൽ എന്നുള്ളത്. അടുത്ത് തന്നെ നമ്മൾ പോകാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് ഒരു 20 years മേലെ പോയതാന്ന് തോന്നുന്നു ചെന്നൈയിലേക്ക്. ചെന്നൈ പിന്നെ ഞാൻ കണ്ടിട്ടില്ല എങ്ങനെയായിരിക്കണം. നമ്മൾ ചെന്നൈയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അത് കുറെ കിടക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ട്രാവൽ വ്ലോഗ് വരുന്നത് ചെന്നൈ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ നാഷണൽ റോഡ് ട്രിപ്സ് എല്ലാം ഉണ്ടാവും. ഇനിയിപ്പോ കിടക്കല്ലേ, കുറെ യാത്രകളും ഉണ്ട്, കുറെ ബിസിനസ് കാര്യങ്ങളും ഉണ്ട്, ഫുൾ ടൈം ബിസി ആക്ച്വലി. അപ്പൊ നമ്മൾ അടുത്ത ട്രാവല് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസണാണ് ഈ ഞാൻ ഈ സ്റ്റേജിനെ മെലിക്കറി നിൽക്കുന്നതുകൊണ്ടൊന്നല്ല യാത്ര ചെയ്യാൻ പറ്റാത്തത്. ഇവിടെ എക്സിബിഷൻ വരുന്നതുകൊണ്ടിട്ടാണ്. ഡിസംബർ 6, 7 അവന്യൂ സെൻറ്റർ പനമ്പള്ളി നഗറിൽ നമ്മുടെ ക്രിസ്മസ് എക്സിബിഷൻ വരുന്നതുകൊണ്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ടാണ്. സോ ഇതാണ് നമ്മുടെ ഹാള്. അപ്പോൾ നമ്മൾ എല്ലാം നല്ല യുണീക്കായിട്ടുള്ള ബ്രാൻഡ്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാണ്. ഡീകോർ, ഡ്രസ്സസ്, സൽവാർ, ജ്വല്ലറി, ഫുഡ്, മെയിനായിട്ട് ഫുഡ്, അതും യുണീക്കായിട്ടുള്ള ഫുഡ്സ് ആയിരിക്കണം കേട്ടോ. യൂഷ്വൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും വേണ്ട. നല്ല കേക്ക്സ് ഒക്കെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സൈനിത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫിലീസിന് ഒരു ഐഡിയ ഇല്ല, ഇവിടെ നാട്ടിലില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ യുണീക്കായിട്ടുള്ള ഫുഡ്, കേക്ക്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് റിലേറ്റഡ് ആണ് കൂടുതലും നമ്മൾ ബ്രാൻഡ്സിന് നോക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഈ അടിക്കാട് നമ്പറിലേക്ക് ലിങ്ക് അയയ്ക്കുക. പിന്നെ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങുമ്പോൾ തൊട്ടുള്ള അതാണ് നമ്മൾ എക്സിബിഷൻ തുടങ്ങി ആഗ്രഹിച്ച അവന്യൂ സെൻറ്റർ കിട്ടണം എന്ന് ആഗ്രഹിച്ച അന്ന് നമുക്ക് ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല അത്രയും. അതുകൊണ്ട് നമ്മൾ ആദ്യം തുടങ്ങിയത് ഇതിൻ്റെ തൊട്ട് പുറകിലുള്ള റോട്ടറി ക്ലബ്ബിൽ വെച്ചിട്ടാണ്. നമ്മൾ ആദ്യം കുഞ്ഞതായിട്ട് ഒരു ചെറിയ റൂമിൽ ബാങ്ക് ഓഫ് ഫാഷൻ മാത്രമായിട്ട് നമ്മൾ തുടങ്ങിയത്. പക്ഷെ അപ്പൊ തന്നെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ഇല്ലേ, നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമുക്ക് അതൊന്നും ബഡ്ജറ്റ് കുറഞ്ഞുകൊണ്ടിട്ട് നമ്മൾ വീട്ടിൻ്റെ മുകളിലോട്ടാക്കിയത് അല്ലേ, വീട്ടിൻ്റെ മുകളിലോട്ടാക്കി. പിന്നെ അങ്ങനെ നമ്മൾ പയ്യെ അപ്പോഴാണ് കുറേ ബ്രാൻഡ്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്തതും ഞങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്തോട്ടെ എന്ന് ഞങ്ങളുടെ കൂടെ ചോദിച്ചതും. അങ്ങനെയാണ് നമ്മൾ OH ഫ്ലീ മാർക്കറ്റ് തുടങ്ങിയത്. അങ്ങനെ ഇവിടം വരെ എത്തിപ്പെട്ടു അല്ലേ, അവന്യൂ സെൻറ്ററിൽ വരെ അവസാനം നമ്മളുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയാം. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്ത് നമുക്ക് കുറേ ടൈം വേണ്ടി വന്നു. സോ അതാണ് നമുക്ക് ഞാൻ പറഞ്ഞ യാത്ര ചെയ്യാൻ പറ്റത്. പക്ഷേ ഇനി നമ്മൾ യാത്രയൊക്കെ ചെയ്യുവാണ്. ആൻഡ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാം. പക്ഷേ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു റീസൺ വൈ വി കുഡന്റ് ട്രാവൽ മച്ച്. ദിലുചേട്ടൻ്റെ ശബ്ദം എന്താ ഇങ്ങനെ ഇരിക്കണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രിയ ചേച്ചി കൊങ്ങ കയറി പിടിച്ചതാണെന്ന് പറയുന്നത്. അതാണ് സത്യം. അത് ഞാൻ കൂർക്കം വലിക്കുന്നത് വീഡിയോ എടുത്തിടാമെങ്കിൽ എനിക്ക് കൊങ്ങ കയറി പിടിക്കാം രാത്രി. അപ്പോൾ വീട്ടിലെത്തി, സമയം 12:30. അമ്മ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, വീടൊക്കെ നേരത്തെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, നാളെ സ്കൂളുണ്ടല്ലോ. സോ ഞാൻ ജസ്റ്റ് എൻ്റെ ട്രാവൽ പ്ലാൻസ് പറയാം. ഇത്രയും കാലം ഭയങ്കര ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് വി കുഡന്റ് ഡു ജസ്റ്റിസ് ടു അവർ ട്രാവൽ വ്ളോഗ്. എനിക്ക് എത്ര വ്യൂസ് കിട്ടിയാലും ഇല്ലെങ്കിലും ഒക്കെ ട്രാവൽ വ്ളോഗ്സ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് യു ഗൈസ് ലവ്ഡ് അസ് ഫോർ. അപ്പോൾ ഇനിയിപ്പോൾ മെയിൻ പ്ലാൻ ആദ്യമേ ഞങ്ങൾ ചെന്നൈയിലേക്ക് ഒരു റോഡ് ട്രിപ്പ് പോവാണ്.
അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ലോങ് ഇന്ത്യ ടൂർ പോലെ ചെയ്യണമെന്നുണ്ട്, ഫ്രം ഇന്ത്യ ടു നേപ്പാൾ ഇൻ എൻ EV. സോ ദാറ്റ് വിൽ ബി വെരി എക്സൈറ്റിംഗ്. എനിക്കൊന്ന് ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസിലേക്ക് പോകണമെന്നുണ്ട്, ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ട്രാവൽ ഡെസ്റ്റിനേഷൻ. സോ ഐം ജസ്റ്റ് ന്യൂ ഇയർ ആഘോഷിക്കാൻ അതൊരു വലിയ ട്രാവൽ. ഐ വോണ്ട് ടു ബി എ പെർഫെക്റ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ. കാരണം വേദു എൻജോയ് ചെയ്യണം, പ്രിയ എൻജോയ് ചെയ്യണം, ഇത് രണ്ടും എൻജോയ് ചെയ്യും, ഞാനും എൻജോയ് ചെയ്യും. വേദുവിന് ഹോളിഡേയ്സ് ഉള്ളപ്പോൾ ഇത്രയും ലോങ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് ഏകദേശം ഒരു 2 to 3 weeks ട്രിപ്പായിരിക്കും. അത് കഴിഞ്ഞ് എൻ്റെയും പ്രിയയുടെ ഒക്കെ ഒരു ഡ്രീം ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സാധനമാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ദൈവം അനുഗ്രഹിച്ച ഭാഗ്യത്തിന് എനിക്കിപ്പം ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് ട്രാവൽ ഡ്രീംസ് ഒന്നുമില്ല. പക്ഷെ ഓൺലൈൻ വൺ ഓഫ് ദ ടോപ്പ് പ്രയോറിറ്റീസ് എനിക്ക് മറ്റേ മസായിമാരെയൊക്കെ കാണണമെന്നുണ്ട്, മൈഗ്രേഷനൊക്കെ. പക്ഷെ അതല്ലാതെ നോർത്തേൺ ലൈറ്റ്സ് കാണണമെന്നുണ്ട്. സോ അതിനുള്ളൊരു പ്ലാനിങ് ഉണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ 2 years ബാക്ക് ബുക്ക് ചെയ്ത ഒരു പരിപാടിയുണ്ട്. ദാറ്റ് ബി വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ യു ഗൈസ് ഓൾസോ. ഇതിൻ്റെ മാജിക്കൽ എക്സ്പീരിയൻസ് അതിൽ നിന്ന് തന്നെ ചിലപ്പോൾ മനസ്സിലായിരിക്കും. അത് കഴിഞ്ഞ് എനിക്കൊന്ന് എൻ്റെയും ചേച്ചിയും ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് ജനിച്ചപ്പോൾ തൊട്ട് വെളിയിൽ ഒരു ഹോളിഡേ പോയിട്ടില്ല. ഒരു ഹോളിഡേ ട്രിപ്പ് മാക്സിമം ഊട്ടി, മൂന്നാർ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. പിന്നെ ഞാനും ചേച്ചിയും ദുബായിലായിരുന്നല്ലോ, അല്ല കുവൈറ്റിലായിരുന്നു. സോ അത് പിന്നെ ഒരു ഹോളിഡേ ആയിട്ട് പറ്റില്ല. പക്ഷേ എനിക്ക് പറഞ്ഞത് ഞാനും ചേച്ചിയും ഫാമിലി എല്ലാവരുമായിട്ട് അമ്മയൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ വർക്ക് ഔട്ട്. വേദു ലവ്സ് ഹിസ് കസിൻ സിസ്റ്റേഴ്സ്, നീസിനെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ നീസിനെ. സോ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് സമ്മർ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. സോ വി ഹാവ് ലോട്ട്സ് ഓഫ് ട്രാവൽ കമ്മിങ് അപ്പ് ആൻഡ് ഹോപ്പ്ഫുള്ളി അതൊക്കെ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് ഗസ് ചെയ്യുക. ആൻഡ് ഹോപ്പ്ഫുള്ളി യു ഗൈസ് വിൽ സപ്പോർട്ട് ഓൾ ദീസ് ട്രാവൽ വ്ളോഗ്സ്. സോ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.